പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നു. വീടുകളിൽ വെള്ളം കയറി തിരുവല്ലയിൽ നിന്നുള്ള ചക്കുളത്തുകാവിലേക്കുള്ള സംസ്ഥാന പാതയിൽ ഗതാഗതം നിയന്ത്രിച്ചു. കക്കി റിസർവോയറിന്റെ ജലനിരപ്പ് സംഭരണശേഷി 43.75% ഉയർന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ 2 ദിവസമായി പത്തനംതിട്ട ജില്ലയിൽ വ്യാപകമായ മഴ തുടരുകയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ വ്യാപകമായി മഴ തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിലെ ജലനിരപ്പ് വളരെയധികം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കുമൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത്. പമ്പയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം മണിമലയാറിൻ്റെയും അച്ചൻകോവിലാറിൻ്റെയും സ്ഥിതി തന്നെയാണ്. സാധാരണയിൽ നിന്നും വലിയ ഉയരത്തിലേക്ക് വെള്ളം ഉയർന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം അപ്പർ കുട്ടനാട് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ മഴക്കെടുതി ഉണ്ടായിരിക്കുന്നത്. വീടുകൾ നഷ്ടപ്പെട്ടതും ഇന്നലത്തെ കണക്കനുസരിച്ച് 53 വീടുകളാണ് ഈ അപ്പർ കുട്ടനാട് മേഖലയിൽ ഭാഗികമായി തകർന്ന നിലയിലുള്ളത്. പല വീടുകളുടെയും വീട്ടിനുള്ളിലേക്ക് വെള്ളം കയറിയ സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്ന് രാവിലെയാണ് തിരുവല്ലയിൽ നിന്നും ചക്കുളത്തുകാവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. അവിടെ വെള്ളം ഇപ്പോഴും കയറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ആ ഭാഗത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇടിഞ്ഞില്ലം ഉൾപ്പെടെയുള്ള മേഖലകൾ, അതാണ് അപ്പർ കുട്ടനാടിൻ്റെ കാർഷിക മേഖലയാണ്. വയലുകളെല്ലാം തന്നെ വെള്ളത്തിൻ്റെ അടിയിലായി കഴിഞ്ഞിരിക്കുന്നു. കൃഷി ഇറക്കുന്ന സമയമല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ കൃഷി നഷ്ടങ്ങൾ ഒന്നുമില്ല എങ്കിൽ പോലും വലിയ തരത്തിൽ വെള്ളക്കെട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി പമ്പയാറിൻ്റെ അല്ലെങ്കിൽ പമ്പയാറിലെ ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ അപ്പർ കുട്ടനാട് മേഖലയിൽ ഈ വെള്ളപ്പൊക്കത്തിനൊരു ശമനം ഉണ്ടാവുകയുള്ളൂ. ഒപ്പം ഈ വെള്ളം തന്നെയാണ് ആലപ്പുഴ ജില്ലയുടെ കുട്ടനാട് മേഖലകളിലേക്കും ഒഴുകിയെത്തുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയിലും ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് രൂപപ്പെടാനും ഒപ്പം ശക്തമായ വെള്ളപ്പൊക്കത്തിനും വീടുകളിൽ വെള്ളം കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ നമുക്ക് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിഗിരി പദ്ധതി പ്രദേശത്തെ റിസർവയറുകൾ പ്രധാനപ്പെട്ട ഒന്നാണ് കക്കി റിസർവയർ അല്ലെങ്കിൽ കക്കി ജലസംഭരണി. ആ ജലസംഭരണിയിൽ സംഭരണശേഷിയുടെ 43.63% വെള്ളം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 28% മാത്രമായിരുന്നു ഈ സമയത്ത് മഴ ലഭിച്ചപ്പോൾ ഉയർന്നു വന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തേണ്ട സ്ഥിതിവിശേഷമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതേസമയം മൂഴിയാറിൽ 190 മീറ്ററോളം ജലനിരപ്പാണ് ഉള്ളത്. അത് അത്രയും തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. 190 അടി വെള്ളമാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അത്രയും വെള്ളം ഉണ്ട്. അതുകൂടാതെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മൂഴിയാർ ഡാമിൻ്റെ 2ാം നമ്പർ ഗേറ്റ് അല്ലെങ്കിൽ 2ാം നമ്പർ ഷട്ടർ 10 സെൻറ്റിമീറ്റർ തുറന്നു വെച്ചിരിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കക്കാടാറിൻ്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ പമ്പയാറിലും അച്ചൻകോവിലാറിലുമാണ് ജലനിരപ്പ് മഴ അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്. ദീപ്തി, ശരി. ഈ ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്.